പറയുന്ന പാഠത്തിൽ നമ്മൾ എന്താ ഒരു ആക്ടിവിറ്റി ആണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് നിങ്ങൾ കൊച്ചു കുട്ടികളുടെ ചോദ്യ പേപ്പറിൽ എക്സാമിൻ്റെ ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് എന്തായിരിക്കും ഈ പറയുന്ന കളറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ നോക്ക്, നമുക്കൊരു പക്ഷി എവിടെയുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ, ആ പക്ഷിക്ക് നമ്മളെടുത്ത് കളർ കൊടുക്കാൻ. അപ്പം മിസ് എന്ത് ചെയ്ത്, മിസ് ഒരു ബേർഡിന് മിസ്സിന് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ അങ്ങോട്ട് കൊടുത്ത്, മിസ് ആർക്കും എന്ത് വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാ കളറും മിസ് എന്ത് ചെയ്ത് അങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യാണ്, നമ്മളെടുത്ത് പറഞ്ഞ് നിങ്ങൾ കളർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ബേർഡിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു 3-4 സെൻറ്റൻസ് നമ്മൾ എഴുതണം. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതാ, നമ്മൾ ആ പക്ഷിനെ കുറിച്ച് പറയണ്ടേ, നമ്മൾ ഇനി കളർ കൊടുത്ത്, ചിറകിന് ഈ കളർ കൊടുത്ത്, ബീക്കിന് ഈ കളർ കൊടുത്ത്, കണ്ണിന് ഈ കളർ കൊടുത്ത് എന്നൊക്കെ നമ്മൾ എഴുതണം. ഓക്കെ, ഇവിടെ നോക്കി നമ്മൾ എങ്ങനെ അത് എഴുതാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഇവിടെ എഴുതി കണ്ടോ, ദ ബേർഡ് ഹാസ് എ യെല്ലോ ബീക്ക്, ഇറ്റ് ഹാസ് റെഡ് ഐസ്. എന്താണ്, മഞ്ഞ ബീക്കാണുള്ളത്, മഞ്ഞ ചുണ്ടാണുള്ളത്, മഞ്ഞ കൊക്കാണുള്ളത് അല്ലേ. പിന്നെ എന്തുണ്ട്, നല്ല ചുവപ്പ് കണ്ണാണുള്ളത്, ചുവന്ന കണ്ണുകളാണ് ഉള്ളത്. നമുക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്താൽ എഴുതാം. ഓക്കെ, കണ്ണിനെ കുറിച്ച് എഴുതാം, കണ്ണിൻ്റെ നിറത്തെ കുറിച്ച് എഴുതാം, എന്താണ് ചുണ്ടിൻ്റെ കളർ എന്നൊക്കെ നമുക്ക് എഴുതേ. പിന്നെ മിസ് കൊടുത്ത് നോക്ക്, ദ ബേർഡ്സ് ഹെഡ് ഈസ് ഇൻ വയലറ്റ് കളർ. ബേർഡിൻ്റെ ഹെഡ് ഉണ്ടല്ലോ അത് എന്ത് കളറാണ്, വയലറ്റ് നിറത്തിലാണ് എന്തുള്ളത്, ബേർഡിൻ്റെ എന്താണ് തലേൻ്റെ മേലുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ബേർഡിൻ്റെ തലയ്ക്ക് നമ്മൾ കൊടുത്തത് വയലറ്റ് നിറമാണ്. ഇറ്റ്സ് വിങ്സ് ആർ കളേർഡ് ഇൻ ഗ്രീൻ, യെല്ലോ ആൻഡ് ഇൻഡിഗോ. 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് എന്തുള്ളത്, അതിൻ്റെ ചിറകുകളുള്ളത്. മഞ്ഞ കളറുണ്ട്, ഇൻഡിഗോ ഉണ്ട്, പച്ചയുമുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്ക്, മിസ് പറഞ്ഞതാ ഇറ്റ്സ് ബോഡി ഈസ് ഇൻ യെല്ലോ കളർ. അയ്യോ, അതിൻ്റെ ബോഡി എന്ത് നിറാണ്, ബോഡിയിൽ എവിടെ എന്തുണ്ട്, ഈ ഒരു ഭാഗം ഫുൾ എന്താണ്, യെല്ലോ കളറാണ് അല്ലേ. ഇനി നോക്ക്, ദ ഔട്ടർ സൈഡ് ഓഫ് ദ വിങ്സ് ആർ ഇൻ ഗ്രീൻ കളർ. ഈ ചിറകിൻ്റെ ഔട്ടർ സൈഡ് പുറം വശത്ത് എന്തുണ്ടാ, പച്ച നിറമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ, നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കളേഴ്സ് ഏതാണോ ആ കളേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയുന്നത് ആ സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ചുണ്ട് ഏത് കളറാണ്, ചിറക് ഏത് കളറാണ്, അതിൻ്റെ മേൽ എന്ത് നിറത്തിലാണ്, അതിൻ്റെ തല എന്ത് നിറത്തിലാണെന്ന് എഴുതിയാൽ നിങ്ങൾ 4-5 സെൻറ്റൻസ് എന്തായി കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേർഡിനെ ഡിസ്ക്രൈബ് ചെയ്ത് ചോദിച്ചാൽ, കാരണം നമ്മളെ ബേർഡ് ഇമ്പോർട്ടൻ്റാണ്. ഫ്ലൈയിങ് കൈറ്റിലും ബേർഡ് ഉണ്ട്, നമ്മുടെ മദർ ട്രീയിലും ബേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബേർഡിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് എഴുതണം, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. ഇത്രയും എഴുതിയ എന്താ, നമ്മളെ ഈ ഒരു കാര്യം സെറ്റായിട്ടോ. താങ്ക് യു.